നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്തിരുന്നു കുമാര. നിങ്ങൾ പോയത് മുതൽ ഈ കൊട്ടാരം ഒട്ടും ശബ്ദമില്ലാതെ ശൂന്യമായി പോയി. മുൻഷിജി, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. നിങ്ങൾ ഏത് പ്രശ്നത്തിലാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഈ മുൻഷിക്ക് നിങ്ങൾ ഓരോ നിമിഷവും എവിടെയാണെന്ന് പോലും അറിയാം. ഏത് കുടുംബത്തിന്റെ വീട്ടിലാണ് നിങ്ങൾ വീട്ടുമരുമകനായി താമസിക്കുന്നതെന്നും അറിയാം. നിങ്ങളുടെ അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, ഭാര്യ എല്ലാവരെയും കുറിച്ചും കൃത്യമായ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഗൗതം തന്റെ കുടുംബത്തെയും ഇൻഡോർ നഗരത്തെയും വിട്ട് ഓടി മറഞ്ഞു നിന്നിരുന്നു. പക്ഷേ അവന്റെ ഓരോ നീക്കവും അവന്റെ അച്ഛൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ശരി, എനിക്ക് അടിയന്തരമായി 30 ലക്ഷം വേണം, അതും ഉടനെ തന്നെ. എന്തിനാ നിങ്ങളിതൊക്കെ ചെയ്യുന്നത്? നിങ്ങളൊരു പ്രിൻസാണ്. എന്നിട്ട് മറ്റൊരാളുടെ വീട്ടിൽ അവിടുത്തെ വീട്ടുപണികൾ ചെയ്ത് അവിടെയുള്ളവരുടെ പ്ലേറ്റുകൾ വരെ കഴുകുന്നത് എന്തിനാ? സമർ ഭവൻ എന്നത് മുൻഷിജി, അതൊന്നും ഇപ്പൊ സംസാരിക്കണ്ട. ഒരു കാര്യം മാത്രം പറയും, നിങ്ങൾ സഹായിക്കുകയോ ഇല്ലയോ? കുമാര, 30 ലക്ഷം ഞാൻ തരാം. പക്ഷെ രാജാവിനൊരു വ്യവസ്ഥയുണ്ട്. എന്ത് വ്യവസ്ഥ? നിങ്ങൾ ദീപ്ശികയെ വിവാഹം കഴിക്കണം. മുൻഷിജി, എന്റെ വിവാഹം കഴിഞ്ഞതാ. എങ്ങനെയാ ഞാൻ ദീപ്ശികയെ വിവാഹം കഴിക്കുക? അത് സാധ്യമല്ല. മാസ്റ്റർ നിങ്ങളുടെ വിവാഹത്തെ ഒരു യഥാർത്ഥ വിവാഹമായി അംഗീകരിക്കുന്നില്ല. നിങ്ങൾ സമർ ഭവൻ വിട്ടുപോയതിനു ശേഷം മാസ്റ്ററിനെതിരെ പല ചോദ്യങ്ങളും ഉയർന്നു. ഈ മുൻഷിക്ക് തന്റെ മാസ്റ്ററിന്റെ ഉത്തരവിനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. പണം വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ വിവാഹമോചനം നൽകി ദീപ്ശികയെ വിവാഹം കഴിക്കണം. അത് നിരസിക്കാൻ നിൽക്കുമ്പോൾ ആവണിയുടെ മുഖം അവന്റെ മുന്നിൽ തെളിഞ്ഞു. കബീറിനെ പോലെ ഒരു വൃത്തികെട്ടവനോട് സഹായം ചോദിക്കാൻ സ്വന്തം ജീവിതം വരെ പണയം വെക്കാൻ പോകുന്ന ആവണി. ശരി മുൻഷിജി, എനിക്ക് സമ്മതം. പക്ഷെ എനിക്ക് 1 വർഷം സമയം വേണം. ആവണിയെ ഞാൻ തന്നെ ഒഴിവാക്കാം. പിന്നെ അച്ഛൻ പറയുന്ന ആരായാലും ഞാൻ വിവാഹം കഴിക്കാം. 4 വർഷം ഞങ്ങൾ കാത്തിരുന്നു. ഇനി 1 വർഷം കൂടി കാത്തിരിക്കാം. ഇത് കേട്ടാൽ മാസ്റ്ററിനും സന്തോഷമാവും. പക്ഷെ എനിക്കുമൊരു വ്യവസ്ഥയുണ്ട്. ഈ 30 ലക്ഷത്തോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം കൂടിയും വേണം. ചാരിയറ്റ് ഗ്രൂപ്പ് എനിക്ക് വേണം. ചാരിയറ്റ് ഗ്രൂപ്പ് എന്തിന്? അത് ഞാൻ പിന്നെ വിശദീകരിക്കാം. സർ, അതിപ്പോ തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ ഇപ്പോൾ ചാരിയറ്റ് ഗ്രൂപ്പ് ഓഫീസിന്റെ പുറത്താണ് നിൽക്കുന്നത്. എന്ത്? നിങ്ങൾ ചാരിയറ്റ് ഗ്രൂപ്പിന്റെ ഓഫീസിന്റെ അടുത്തുണ്ടോ? അതേ കുമാര, ഒരു ജോലി തീർക്കാൻ ഇവിടെയും വരെ വന്നതാ. നിങ്ങൾ ഇവിടെ വരൂ. അപ്പോഴേക്കും ചാരിയറ്റ് വാങ്ങാനുള്ള പ്രോസസ്സ് ഞാൻ തുടങ്ങാം. ശരി മുൻഷിജി, ഞാനിപ്പോൾ തന്നെ വരാം. മുൻഷിജിയുടെ രീതിയെ ഗൗതമിന് നന്നായി അറിയാമായിരുന്നു. മുൻഷി കമൽ സ്വരൂപ് വാക്ക് പാലിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ട് വലിയവരെ പോലും നിശബ്ദരാക്കാൻ കഴിയും. അതേസമയം ഗീത ആവണിയെ കബീറിന്റെ അടുത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ആ ചെക്ക് എത്രയും വേഗം വേണം. അതാണ് ആവണിയെ കബീറിന്റെ അടുത്തേക്ക് പോകുന്നത് തടയാനുള്ള ഏക മാർഗം. ചേട്ടാ, നിർത്ത്. നേരെ പോ, വേഗം. ചേട്ടാ, നിർത്ത്. കഴിഞ്ഞ 4 വർഷമായി ലോകം ഗൗതമിനെ ഒരു സാധാരണക്കാരനായായിരുന്നു കണ്ടത്. പക്ഷേ ഇന്നിവിടെ സത്യാവസ്ഥ അറിയുന്നത് മുൻഷിജിക്ക് മാത്രമാണ്. ഗൗതമിന് ചാരിയറ്റ് പോലെയുള്ള 10 കമ്പനികൾ കണ്ണിറുക്കുന്ന നേരം വാങ്ങാൻ കഴിയുന്ന അത്ര സമ്പത്ത് ഇപ്പോഴും ഉണ്ടായിരുന്നു. മുൻഷിജി ഗൗതമിനെ കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ണുനീരിൽ നിറഞ്ഞു. മുൻഷിജി, കമ്പനി വാങ്ങാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായോ? നിങ്ങളുടെ ഫോൺ വന്നത് മുതൽ എല്ലാം ഞാൻ പൂർത്തിയാക്കി. ഇനി നിങ്ങളുടെ ഒപ്പിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. ഗുഡ്. ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ഈ കമ്പനിയുടെ ചെയർമാൻ ശേഖർ ആനന്ദാണ്. അയാൾക്ക് കബീർ ആനന്ദ് എന്ന ഒരു മോശക്കാരൻ മകനുണ്ട്. ശേഖർ ആനന്ദ് പറയാതെ ഈ കമ്പനിയിൽ ഒരു ഇല പോലും കുലുങ്ങില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. ഗുഡ്. അപ്പോ ശേഖർ ആനന്ദ് അത്യാവശ്യം ജോലി ചെയ്ത് കഴിഞ്ഞുവെന്ന് തോന്നുന്നു. ഇനി അവന് കുറച്ച് വിശ്രമം കൊടുക്കാം. ഈ കമ്പനിയിൽ നിന്ന് നേരെ ജയിലിലേക്ക് അയക്കാനുള്ള ക്രമീകരണം ചെയ്യും. ഇപ്പോ ഈ കമ്പനിയുടെ മുഴുവൻ അധികാരവും നിങ്ങളുടെ കൈകളില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. വേണമെങ്കിൽ ചെയർമാൻ സ്ഥാനം നിങ്ങൾക്ക് തന്നെ ഏറ്റെടുക്കാം. വേണ്ട മുൻഷിജി, എനിക്ക് ചെയർമാൻ പോസ്റ്റ് വേണ്ട. ഈ കമ്പനിയുടെ വൈസ് ചെയർമാൻ ആരാന്ന് പറയും? അഭിനവ് ഗുപ്ത. എന്നാൽ അഭിനവ് ഗുപ്തയെ വിളിച്ച് ഇനി മുതൽ ഈ കമ്പനിയുടെ പുതിയ ചെയർമാൻ അവനാണെന്ന് അറിയിക്കും. മുൻഷി കമൽ സ്വരൂപിന്റെ വഴി തടയാൻ ആരും ധൈര്യപ്പെടില്ല. ഗൗതമിന്റെ കണ്ണുകളിൽ ഒരു വ്യത്യസ്തമായ തീപ്പൊരി വ്യക്തമായി കാണാമായിരുന്നു. അതേസമയം
മറുവശത്ത് ആവണിയുടെ ടെൻഷൻ കൂടിക്കൊണ്ടിരുന്നു. കബീറിനോട് സഹായം ചോദിക്കുന്നതൊഴികെ അവൾക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ ഗൗതമും മുൻഷിജിയും അകത്ത് കയറുന്നത് കണ്ടതും 32 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ അവരെ ക്യാബിന്റെ പുറത്ത് തടഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എങ്ങനെ അകത്ത് കയറി, അതും ആരോടും ചോദിക്കാതെ? ഇത് ശേഖർ ആനന്ദിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയ ശാലിനി ആയിരുന്നു. മുൻഷിജിയുടെ യഥാർത്ഥ വ്യക്തിത്വം അവൾക്കറിയില്ലായിരുന്നു. ഞങ്ങളിവിടെ ചെയർമാനെ കാണാനാണ് വന്നിരിക്കുന്നത്, മിസ്റ്റർ ഗുപ്തയെ. മിസ്റ്റർ അഭിനവ് ഗുപ്ത ഈ കമ്പനിയുടെ വൈസ് ചെയർമാൻ ആണ്. നിങ്ങളെ പോലുള്ള സെയിൽസ്മാൻമാരെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അദ്ദേഹം കാണാറില്ല. ഇപ്പൊ തന്നെ പുറത്തേക്ക് പോ, ഇല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും. സെക്യൂരിറ്റി. അതേസമയം ഗൗതമിന്റെ ഫോണിൽ ആവണിയുടെ കോൾ വന്നു. അവൻ ഫോൺ എടുക്കാൻ പോകും മുൻപേ ബാറ്ററി ലോ ആയതിനാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? ഇത് ജോധ്പൂരിലെ. മുൻഷിജി, എനിക്ക് ടൈമില്ല, ദയവായി മിസ്റ്റർ ഗുപ്തയെ വിളിക്കേ. ഹലോ. അഭിനവ് ഗുപ്തയ്ക്ക് മുൻഷിജിയെ നന്നായി അറിയാമായിരുന്നു. അയാൾ ഉടനെ തന്നെ തന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്നു. കേൾക്കൂ, ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് വാർണിംഗ് തരാം. മിസ് ശാലിനി, അതിഥികളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? സോറി സർ, പക്ഷേ. മിണ്ടാതിരിക്കേ. നിന്റെ ഈ പെരുമാറ്റത്തിന് എനിക്ക് നിന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലേ? ഓഫീസിൽ ശാലിനിയെ ഇങ്ങനെ ആരെങ്കിലും അപമാനിക്കുന്നത് ഇതാദ്യമായിരുന്നു. അവൾ ഉടൻ തന്നെ ശേഖർ ആനന്ദിനെ ഫോൺ ചെയ്ത് എല്ലാം പറഞ്ഞു. അതേസമയം ഗൗതം മുൻഷിജിയുമായി ഓഫീസ് ഫോർമാലിറ്റികൾ പൂർത്തിയാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്രതീക്ഷിതമായി അവന്റെ കണ്ണ് ക്ലോക്കിൽ വീണു. അപ്പോഴേക്കും മണി 4 ആയിരുന്നു. ഇനി അവന്റെ കയ്യിൽ വെറും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഡോക്യുമെന്റുകളിൽ ഒപ്പുവെച്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോഴാണ് കണ്ണുകളിൽ തീ പിടിച്ച കോപവുമായി ഒരാൾ മുന്നിൽ നിൽക്കുന്നത് അവൻ കണ്ടത്. എന്താ ഇവിടെ നടക്കുന്നത്? അഭിനവ്, നീ തന്നെ നിന്നെ ചെയർമാൻ എന്ന് വിളിച്ചു തുടങ്ങിയോ? ശാലിനിയെ പുറത്താക്കാനുള്ള ധൈര്യം നിനക്ക് എവിടെന്നാ കിട്ടിയത്? പറയ്. ഈ അധികാരം മിസ്റ്റർ അഭിനവിന് ഞാനാണ് കൊടുത്തത്. ഇന്ന് മുതൽ ഈ കമ്പനിയുടെ ചെയർമാൻ അവനാണ്. ആണോ? അതിന് നമ്മളാരാണാവോ? ഞങ്ങളുടെ കമ്പനിയിൽ കയറി വന്ന് ഷോ കാണിക്കാൻ. ഞാൻ മുൻഷി കമൽ സ്വരൂപ്. ആ പേര് കേട്ട നിമിഷം തന്നെ ശേഖർ ആനന്ദിന്റെ കാൽ കീഴിലെ നിലം വഴുതി പോയതുപോലെയായിരുന്നു. മിസ്റ്റർ കമൽ, നിങ്ങൾ നിങ്ങൾ മുമ്പ് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ശരി, എന്റെ ക്യാബിനിലേക്ക് വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. മിസ്റ്റർ ആനന്ദ്, നിങ്ങളുടെ സംസാരിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഈ കമ്പനിയുടെ മറവിൽ നിങ്ങൾ നടത്തുന്ന അനധികൃത ഇടപാടുകളെല്ലാം ഞങ്ങൾക്കറിയാം. അതോടൊപ്പം ഗൗതം ഒരു കത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. അതിൽ ഈ കമ്പനിയുടെ പുതിയ ഉടമ ഇനി ഗൗതമാണെന്ന് വ്യക്തമായി എഴുതിയിരുന്നു. മുൻഷിജി, മിസ്റ്റർ ഗുപ്ത, നിങ്ങൾ ഇരുവരോടും എനിക്ക് സംസാരിക്കാനുണ്ട്. അകത്ത് വരൂ. ക്യാബിനിൽ കയറിയ ഉടൻ ഗൗതം ക്ലോക്കിൽ സമയം നോക്കി. സമയം വൈകുന്തോറും ആവണിയെയും അവളുടെ കുടുംബത്തെയും കുറിച്ചുള്ള അവന്റെ ആശങ്കയും കൂടിക്കൊണ്ടിരുന്നു. മിസ്റ്റർ അഭിനവ്, ഇന്നു മുതൽ ഈ കമ്പനിയുടെ ചെയർമാൻ നിങ്ങളാണ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഇനി നിങ്ങൾ എടുക്കണം. ഞാൻ പൂർണ്ണ സത്യസന്ധതയോടെ ജോലി ചെയ്യും. സർ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരാതി ഉണ്ടാവില്ല. ഗുഡ്. കൂടാതെ ശേഖർ ആനന്ദും കബീർ ആനന്ദും ചെയ്ത എല്ലാ തെറ്റുകളുടെയും മുഴുവൻ രേഖയും എനിക്ക് വേണം. അവർ പല പെൺകുട്ടികളുടെയും ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. ആശങ്ക വേണ്ട സർ, അവരുടെ എതിരെയുള്ള പല തെളിവുകളും എന്റെ ലോക്കറിലുണ്ട്. ഒരു ദിവസം ആരെങ്കിലും ഇവർക്കെതിരെ ശബ്ദം ഉയർത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കായിരുന്നു. സർ, ഇന്ന് തന്നെ എല്ലാ തെളിവുകളും ഞാൻ നിങ്ങൾക്ക് കൈമാറാം. നൈസ്. മുൻഷിജി. യെസ് രാജ, എനിക്ക് വൈകുന്നുണ്ട്, ദയവായി ചെക്ക് തരൂ. താങ്ക് യു. അതിനിടെ പുറത്തുനിന്ന ബോഡി ഗാർഡിൽ നിന്ന് മുൻഷിജിക്ക് ഒരു ഫോൺ കോൾ എത്തി. ഫോൺ എടുത്തപ്പോൾ മുൻഷിജിയുടെ മുഖം വിളറി വെളുത്തു. അവൻ ഗൗതമിനെ നോക്കിയത് പൂർണ്ണമായ ആശ്ചര്യത്തോടെയായിരുന്നു. ഈ സങ്കീർണമായ വലയത്തിൽ നിന്ന് ഗൗതം എങ്ങനെ പുറത്തുവരും? ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എന്തായിരിക്കും? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.